നമ്മുടെ ചാപ്റ്ററിന്റെ പേര് റേഷ്യോ എന്നാണ്. സെയിം ടൈപ്പിലുള്ള ക്വാണ്ടിറ്റീസ് കമ്പയർ ചെയ്യാനാണ് നമ്മൾ റേഷ്യോ എന്നുള്ള ടേം സാധാരണ ഉപയോഗിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് റേഷ്യോ എഴുതാൻ നോക്കാം. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. റെക്റ്റാങ്കിളിന്റെ വിഡ്ത്ത് 1 സെന്റിമീറ്ററും ലെങ്ത് 2 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ഈ വിഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. ആ റിലേഷൻ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ റേഷ്യോ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. അപ്പൊ വിഡ്ത്തും ലെങ്ത്തും നോക്കിയപ്പോൾ വിഡ്ത്ത് 1 സെന്റിമീറ്ററും ലെങ്ത്ത് 2 സെന്റിമീറ്ററും ആണ്. അതായത് വിഡ്ത്തിന്റെ ഡബിൾ ആണ് ലെങ്ത്ത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലെങ്ത്തിന്റെ ഹാഫ് ആണ് വിഡ്ത്ത്. ഈ റിലേഷൻ ആണ് നമ്മൾ റേഷ്യോ എന്നുള്ള ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ എങ്ങനെ എഴുതാൻ നോക്കാം നമ്മൾ. അപ്പൊ ഈ റെക്റ്റാങ്കിളിന്റെ വിഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ് എഴുതുന്നത്: വിഡ്ത്ത് ആൻഡ് ലെങ്ത് ആർ ഇൻ ദ റേഷ്യോ 1:2. ഈ സെന്റൻസിന്റെ മീനിങ് എന്താ? വിഡ്ത്ത് ലെങ്ത്തിന്റെ ഹാഫ് ആണ്. 1:2 എന്നും എഴുതും, 1:2 എന്നും എഴുതും. ഇതിന്റെ സിമ്പലില് ഡിനോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: 1:2. അതായത് 1 2 ഡോട്ട്, അതായത് കോളൻ 2. അപ്പൊ ഇത് വായിക്കേണ്ടത് 1:2 അല്ലെങ്കിൽ 1:2. വിഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ 1:2 ആണെന്ന് എഴുതിയ അതിന്റെ മീനിങ് എന്താ? ലെങ്ത് വിഡ്ത്തിന്റെ ഡബിൾ ആണ്. ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ എഴുതുന്നത്. ഇനി നമുക്ക് ലെങ്ത്തിന്റെയും വിഡ്ത്തിന്റെയും റേഷ്യോ ആണ് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: ലെങ്ത് ആൻഡ് വിഡ്ത്ത് ആർ ഇൻ ദ റേഷ്യോ 2:1. അപ്പൊ നമ്മൾ ലെങ്ത്തിന്റെ റേഷ്യോ ആദ്യം, വിഡ്ത്തിന്റെ റേഷ്യോ രണ്ടാമത് എഴുതും. ഇവിടെ വിഡ്ത്ത് ആൻഡ് ലെങ്ത് ആർ ഇൻ ദ റേഷ്യോ എന്ന് പറയുമ്പോൾ വിഡ്ത്തിന്റെ റേഷ്യോ ആദ്യം എഴുതണം, ലെങ്ത്തിന്റെ റേഷ്യോ രണ്ടാമത് എഴുതണം. അപ്പൊ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ആർ ഇൻ ദ റേഷ്യോ 2:1 ആൻഡ് വിഡ്ത്ത് ആൻഡ് ലെങ്ത് ആർ ഇൻ ദ റേഷ്യോ 1:2. അതായത് ഓർഡർ ഇവിടെ ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാൻ. നമുക്ക് അടുത്തൊരു പ്രോബ്ലം. അടുത്ത റെക്റ്റാങ്കിൾ ഇതാണ്. വിഡ്ത്ത് 3 സെന്റിമീറ്ററും ലെങ്ത് 6 സെന്റിമീറ്ററും. അപ്പൊ നമ്മൾ വിഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ എഴുതണമെങ്കിൽ നമുക്കറിയാം വിഡ്ത്ത് 3 സെന്റിമീറ്ററും ലെങ്ത് 6 സെന്റിമീറ്ററും ആണ്. അപ്പൊ നമുക്ക് 3:6 എന്ന് എഴുതാൻ പറ്റില്ല. എഴുതിയതുകൊണ്ട് തെറ്റില്ല. എന്ത് വേണം, നമ്മൾ അതിനെ ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് എഴുതണം. അതായത് ഇതിലെ ഈ 3:6 കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പൊ 3:6 എന്നുള്ളതില് 3 കോമൺ ഫാക്ടർ ആണ്. അപ്പൊ 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1:2, 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. അതായത് ഈ രണ്ട് നമ്പേഴ്സിനെ സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് റേഷ്യോനെ ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് ആക്കി. അപ്പൊ നമ്മൾ റേഷ്യോ എഴുതുമ്പോൾ എപ്പോഴും ഷോർട്ടസ്റ്റ് ഫോമിലായിരിക്കണം എഴുതേണ്ടത്. 3 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും ആണ് ഇവിടുത്തെ മെഷർമെന്റ്. അതിന് നമ്മൾ എന്ത് എഴുതി? ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കി 1:2 എന്ന് എഴുതി. ഇങ്ങനെ എഴുതിയത് കൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ സാധാരണ റേഷ്യോ ഷോർട്ടസ്റ്റ് ഫോമിലാണ് എഴുതുന്നത്. അപ്പൊ വിഡ്ത്തും ലെങ്ത്തും ഉള്ള റേഷ്യോ എഴുതുമ്പോൾ വിഡ്ത്ത് 3, ലെങ്ത്ത് 6. അതിനെ ഷോർട്ടസ്റ്റ് ഫോമിൽ എഴുതുമ്പോൾ വിഡ്ത്ത് ആൻഡ് ലെങ്ത് ആർ ഇൻ ദ റേഷ്യോ 1:2. നെക്സ്റ്റ് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ആർ ഇൻ ദ റേഷ്യോ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇവിടെ 6 ആണ്, വിഡ്ത്ത് 3 ആണ്. ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 1. അപ്പോൾ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ആർ ഇൻ ദ റേഷ്യോ 2:1. റേഷ്യോ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓർഡർ ശ്രദ്ധിക്കണം, പിന്നെ റേഷ്യോ ഷോർട്ടസ്റ്റ് ഫോമിലും ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യനിൽ റെക്റ്റാങ്കിളിന്റെ വിഡ്ത്ത് 2.5 സെന്റിമീറ്റർ, ലെങ്ത് 5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ റേഷ്യോ എങ്ങനെ എഴുതാം? വിഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ എഴുതണമെങ്കിൽ നമ്മൾ വിഡ്ത്തും ലെങ്ത്തും ഒന്ന് എഴുതി നോക്കി ഇവിടെ. അപ്പൊ 2.5 5 ആണ്. അപ്പൊ റേഷ്യോ എപ്പോഴും കൗണ്ടിങ് നമ്പേഴ്സ് ആയിട്ട് മാത്രമാണ് എഴുതുള്ളൂ. കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 എക്സെട്ര, അതായത് നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ്. അപ്പൊ ഇവിടെ 2.5 5 ആണ്. അപ്പൊ നമുക്കറിയാം 2.5 കൗണ്ടിങ് നമ്പറിലുള്ളതല്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? അത് ഡെസിമൽ നമ്പർ ആണ്. അപ്പൊ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ 2.5 5
2.5 എന്നുള്ള ഡെസിമലിനെ കൗണ്ടിങ് നമ്പർ ആക്കാൻ നമുക്ക് എന്ത് വേണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2.5നെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, 5നെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ 2.5 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 25, 5 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 50. അപ്പൊ നമ്മുടെ റേഷ്യോന്റെ നമ്പേഴ്സ് 25ഉം 50ഉം ആണ്. അപ്പൊ ഡെസിമൽ നമ്പർ മാറ്റി നമ്മൾ. ഇനി നമുക്ക് എന്ത് വേണം? റേഷ്യോ എഴുതുമ്പോൾ ഷോർട്ടസ്റ്റ് ഫോമിലാണ് എഴുതാറ്. അപ്പൊ ഈ 25ലും 50ലും ഏതെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ എന്ന് നോക്കി. അപ്പൊ നമുക്കറിയാം രണ്ടിനെയും 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 25നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടി, 50നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടി. അപ്പൊ നമുക്ക് റേഷ്യോ കിട്ടിയത് 1:2. വിഡ്ത്തിന്റെയും ലെങ്ത്തിന്റെയും റേഷ്യോ, വിഡ്ത്ത് 2.5, അതാണ് നമ്മൾ ആദ്യം എഴുതിയത്. ഓർഡർ നമ്മൾ നോക്കി. പിന്നെ നമ്മൾ എന്ത് നോക്കണം? നമ്പേഴ്സ് കൗണ്ടിങ് നമ്പേഴ്സ് ആണോ നോക്കി. അപ്പൊ കൗണ്ടിങ് നമ്പേഴ്സ് അല്ല, 2.5ഉം 5ഉം ആണ്. അപ്പൊ 2.5നെ കൗണ്ടിങ് നമ്പർ ആക്കാൻ വേണ്ടി 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് 25 15 കിട്ടി. ഇനി എന്ത് വേണം? റേഷ്യോ എപ്പോഴും ലോവസ്റ്റ് ഫോമിലാണ് എഴുതുക. അതുകൊണ്ട് നമ്മൾ അതിലുള്ള കോമൺ ഫാക്ടർ, അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അതിനെ 1:2. ഇനിയിപ്പോ 25 15നെ ചെറുതാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 5 കിട്ടും, ഇവിടെ 10 കിട്ടും. വീണ്ടും 5 കോമൺ ഫാക്ടർ ആണ്, അപ്പോഴും എന്ത് കിട്ടും? 1:2. വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പായിട്ട് താഴേക്ക് എഴുതിയിട്ട് ചെയ്യാം. അപ്പോൾ വിഡ്ത്ത് ആൻഡ് ലെങ്ത് ആറിന്റെ റേഷ്യോ എത്രയാ? 1:2. ഇനി നേരെ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ആണെങ്കിലോ റേഷ്യോ മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? 2:1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒരു റെക്ടാങ്കിൾ കൊടുത്തതിന്റെ വിഡ്ത്ത് 2 സെന്റിമീറ്റർ, ലെങ്ത് 1 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് റേഷ്യോ എഴുതണം. റേഷ്യോ എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞു ഓർഡർ ശ്രദ്ധിക്കണം, കൗണ്ടിങ് നമ്പർ ആണോ എന്ന് ശ്രദ്ധിക്കണം, ലോവസ്റ്റ് ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യും വേണം. അത് മാത്രം നോക്കിയാൽ പോരാ. ഇവിടെ ഈ 2 സെന്റിമീറ്ററും 1 മീറ്ററും രണ്ടും ഡിഫറെന്റ് യൂണിറ്റ്സിലാണ്. ഒന്ന് സെന്റിമീറ്ററിലും ഒന്ന് മീറ്ററിലുമാണ്. അപ്പൊ നമ്മൾ എന്ത് വേണം? സെയിം യൂണിറ്റിലേക്ക് കൺവെർട്ട് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് റേഷ്യോ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ 2 സെന്റിമീറ്ററും ഇവിടെ 1 മീറ്ററും. അപ്പൊ 1 മീറ്ററിനെ നമുക്ക് സെന്റിമീറ്ററിലേക്ക് കൺവെർട്ട് ചെയ്യും. അപ്പൊ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ? 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ രണ്ടും സെയിം യൂണിറ്റിലാണ്. റേഷ്യോ എഴുതണം. വിഡ്ത്ത് ആൻഡ് ലെങ്ത് ആർ ഇൻ ദ റേഷ്യോ. വിഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ എഴുതണമെങ്കിൽ വിഡ്ത്ത് 2 ആണ്, ലെങ്ത് 100 ആണ്. നമ്മൾ അവിടെ എഴുതി നോക്കുന്നത് എന്തിനാണെങ്കിൽ കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് ആക്കാനാണ് അങ്ങനെ എഴുതിയത്. അപ്പൊ വിഡ്ത്തും ലെങ്ത്തും എഴുതി, 2ഉം 100ഉം ആണ്. നമുക്കറിയാം അതിൽ 2 കോമൺ ഫാക്ടർ ആണ്. അപ്പൊ ഈ രണ്ട് നമ്പേഴ്സിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 2 ഡിവൈഡഡ് ബൈ 2 1, 100 ഡിവൈഡഡ് ബൈ 2 50. അപ്പൊ എന്താ റേഷ്യോ വരിക? 1:50. 1:50. ഇനി ലെങ്ത് ആൻഡ് വിഡ്ത്ത് ആർ ഇൻ ദ റേഷ്യോ. ലെങ്ത്തും വിഡ്ത്തും തമ്മിൽ റേഷ്യോ ആണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെ എഴുതണം? 50 ആദ്യം എഴുതണം. അപ്പൊ 50:1. റേഷ്യോ എഴുതുമ്പോൾ എന്തൊക്കെ നോക്കണം? ഓർഡർ നോക്കണം, സെയിം യൂണിറ്റ് ആണോ നോക്കണം, കൗണ്ടിങ് നമ്പേഴ്സ് ആണോ നോക്കണം, ലോവസ്റ്റ് ഫോമിലാണോ നോക്കണം. ഇതെല്ലാം നോക്കിയാലാണ് റേഷ്യോ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് 1.5 സെന്റിമീറ്റർ, ലെങ്ത് 4.5 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ എങ്ങനെ റേഷ്യോ എഴുതും? രണ്ടും ഡെസിമൽ നമ്പർ ആണ്. അപ്പൊ തന്നെ നമുക്കറിയാം എന്ത് വേണം? കൗണ്ടിങ് നമ്പേഴ്സിലേക്ക് കൺവെർട്ട് ചെയ്യണം. വിഡ്ത്ത് ആൻഡ് ലെങ്ത് ആറിന്റെ. അപ്പൊ വിഡ്ത്ത് ആദ്യം എഴുതി 1.5ഉം 4.5ഉം. ഡെസിമൽ നമ്പറിനെ കൺവെർട്ട് ചെയ്യാൻ രണ്ടിലും ഡെസിമൽ പ്ലേസസ് ഉണ്ട്. 1 ഡെസിമൽ പ്ലേസ് ഉള്ളത്. അപ്പൊ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 1.5 ഇൻറ്റു 10 ആകുമ്പോൾ 15 കിട്ടി. 4.5 45 ആണ്. അപ്പൊ 15ഉം 45ഉം രണ്ടിലും 15 കോമൺ ഫാക്ടർ ആണ്. അപ്പൊ ഇവിടെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15, 45നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. അപ്പൊ 1ഉം 3ഉം. അപ്പൊ റേഷ്യോ എന്ത് വന്നു? 1:3. ഇനി ലെങ്ത് ആൻഡ് വിഡ്ത്ത് ആണ് ചോദിച്ചേക്കുന്നത് വെച്ചാൽ എന്ത് എഴുതണം? 3:1. അടുത്ത റെക്ടാങ്കിൾ നോക്കുക. 1 സെന്റിമീറ്റർ വിഡ്ത്തും 1.5 സെന്റിമീറ്റർ ലെങ്ത്തും. 1 സെന്റിമീറ്റർ ലെങ്ത്, 1.5 സെന്റിമീറ്റർ. ക്വാണ്ടിറ്റീസ് ഡെസിമൽ നമ്പർ വരാം, ഫ്രാക്ഷൻ വരാം.
അങ്ങനെ ഏത് നമ്പേഴ്സും വരാം. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാൻ മാത്രം. അപ്പൊ നമുക്ക് വിഡ്ത്തിന്റെയും ലെങ്ത്തിന്റെയും റേഷ്യോ എഴുതണം. അപ്പൊ വിഡ്ത്ത് ആദ്യം എഴുതി 1/2 കറക്റ്റ് ഓർഡറിൽ നമ്മൾ എഴുതി. ഇനി സെയിം യൂണിറ്റിലാണോ നോക്കി, രണ്ടും സെന്റിമീറ്റർ ആണ്, അപ്പൊ സെയിം യൂണിറ്റ് ആണ്. നെക്സ്റ്റ് നോക്കേണ്ടത് രണ്ടും കൗണ്ടിങ് നമ്പേഴ്സ് ആണോ നോക്കണം. കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഫ്രാക്ഷനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. 1 കൗണ്ടിങ് നമ്പർ ആണ്, 1 and 1/2 മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിന് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 3/2, 1 into 2, 2 plus 1, 3/2. ഇനി എന്ത് വേണം, കൗണ്ടിങ് നമ്പർ ആക്കണമെങ്കിൽ 3/2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 3 എന്നുള്ള നമ്പർ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് വേണം, ഈ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ നമ്പറിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ രണ്ട് നമ്പേഴ്സിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into 2, 2, 3/2 into 2, 3. അപ്പൊ 2, 3 രണ്ട് നമ്പേഴ്സ് കിട്ടി. ഇനി അതിൽ കോമൺ ഫാക്ടർ ഉണ്ടോ ഇല്ല, നമുക്കറിയാം 2ഉം 3യും പ്രൈം നമ്പേഴ്സ് ആണ്, അതിൽ കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അപ്പൊ നമുക്ക് റേഷ്യോ എങ്ങനെ എഴുതാം, 2:3. നെക്സ്റ്റ് ലെങ്ത് ആൻഡ് വിഡ്ത്ത്. ലെങ്ത് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ലെങ്ത്തിന്റെ റേഷ്യോ ആദ്യം എഴുതണം, 3:2. അപ്പൊ റേഷ്യോ എഴുതാൻ മനസ്സിലായി. ഇനി റേഷ്യോ എന്ന് പറയുന്നത് റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രമല്ല വരിക, വേറെ ഏത് ക്വസ്റ്റ്യനും വരാം. പെന്നിന്റെ കോസ്റ്റ് വരാം, അല്ലെങ്കിൽ ഓറഞ്ചിന്റെ എണ്ണം വരാം, എന്തും വരാം. അപ്പൊ ഏത് ക്വാണ്ടിറ്റി ആയാലും നമ്മൾ റേഷ്യോ എഴുതുമ്പോൾ സെയിം ടൈപ്പ് ആണോ നോക്കുക, ഓർഡർ നോക്കുക, കൗണ്ടിങ് നമ്പേഴ്സ് ആണോ നോക്കുക, ലോവസ്റ്റ് ഫോമിലേക്ക് നോക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യും. ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് ചോദിക്കുക. എൻ്റെ കയ്യിൽ കുറച്ച് ഓറഞ്ചസും കുറച്ച് ആപ്പിൾസും ഉണ്ട്. ഓറഞ്ചിന്റെ എണ്ണം 30, ആപ്പിളിന്റെ എണ്ണം 40 ആണ്. ഇത് ഓറഞ്ചിന്റെ എണ്ണം, ആപ്പിളിന്റെ എണ്ണം. അപ്പൊ 30 ഓറഞ്ചസും ഉണ്ട്, 40 ആപ്പിൾസും ഉണ്ട്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പേഴ്സ് ഓഫ് ആപ്പിൾസ് ടു ഓറഞ്ചസ്? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം, ആപ്പിളിന്റെ എണ്ണം ആദ്യം എഴുതണം 40, ഓറഞ്ചിന്റെ എണ്ണം 30. അപ്പൊ ഓർഡർ കറക്റ്റ് ആയിട്ട് എഴുതി. ആപ്പിൾ ആണ് ആദ്യം എഴുതിയിരിക്കുന്നത്, ഓറഞ്ച് രണ്ടാമതാണ്. അപ്പൊ ശ്രദ്ധിച്ച് നോക്കി എഴുതണം. പിന്നെ 14, 13 കൗണ്ടിങ് നമ്പേഴ്സ് ആണെന്ന് മനസ്സിലായി. പിന്നെ രണ്ടും എണ്ണമാണ്, രണ്ടും സെയിം ടൈപ്പ് ആണ്, അപ്പോഴും അതിന് മാറ്റം വരുത്താനില്ല. ഇനി എന്ത് വേണം, ഈ 14, 13 അതിന്റെ ലോവസ്റ്റ് ഫോമിലാണോ നോക്കി, അതായത് ഈ രണ്ട് നമ്പേഴ്സിലും ഏതെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഈ 40ലും 30ലും കോമൺ ഫാക്ടർ ഉണ്ട്. ഏതാ കോമൺ ഫാക്ടർ? 10. അപ്പൊ ഈ രണ്ട് നമ്പറിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4, 13നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, റേഷ്യോ എന്ന് പറയുന്നത് 4:3. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആപ്പിൾസ് ടു ഓറഞ്ചസ് ഈസ് 4:3. അപ്പൊ റേഷ്യോ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അടുത്ത ക്ലാസ്സിൽ ഇനി കണ്ടിന്യൂ ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.